ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളിഫ്ലവർ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. മീഡിയം സൈസിലുള്ള കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. കോളിഫ്ലവർ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം വെള്ളമെല്ലാം കളഞ്ഞ് ഒരു വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണേ. വെള്ളമെല്ലാം മാറ്റിയെടുത്ത കോളിഫ്ലവറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാമേ. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറേച്ചൊന്ന് തളിച്ചു കൊടുക്കുക. നമ്മൾ കോളിഫ്ലവർ കഴുകിയെടുത്തത് കൊണ്ട് കോളിഫ്ലവറിൽ തന്നെ കുറച്ച് വെള്ളമുണ്ടാകും. അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടി കുറവാണെങ്കിൽ അതനുസരിച്ചിട്ട് കോൺഫ്ലോറും മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാമേ. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലാണോ നിങ്ങളെ കയ്യിലുള്ളത് അതൊഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനേ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്രം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെയും പെട്ടെന്ന് ഫ്രൈ ആയും കിട്ടുമേ. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇട്ടുടനെ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കാതിരിക്കുക, എങ്കിൽ നമ്മുടെ ആ കോട്ടിങ്ങും പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി എല്ലാ കോളിഫ്ലവറും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനേ. ഇനി നമുക്കൊരു പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണയില്ലേ, അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാമേ. 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് സവാള ഒന്ന് സോഫ്റ്റായി വരില്ലേ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാമേ. ഒരു ചെറിയ ക്യാപ്സിക്കമാണ് കട്ട് ചെയ്ത് ചേർത്തേക്കുന്നത്. ഇതുകൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാമേ. സോസ് ചേർക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമേ ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഞാനിവിടെ ഡ്രൈ മഞ്ചൂരിയനായിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് 1 ഗ്ലാസ് തൊട്ട് 1.5 ഗ്ലാസ് വരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്ക് നമ്മുടെ കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതാണ് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.